ഇന്നത്തെ ഗോസ്പല് യേശുവിൻ്റെ ഒരു സങ്കടമാണ്. സങ്കടത്തിൻ്റെ ഗ്രീറ്റിങ്സ് തന്നെ യേശു പറയുന്ന ഒത്തിരി വേദനയോടെയാണ്. ഈ തലമുറ നശിച്ച തലമുറയാണ്. ഈ നശിച്ച തലമുറ എന്ന ഒരു വലിയൊരു ജനക്കൂട്ടത്തെ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യരെ വിശേഷിപ്പിക്കാൻ കാര്യം എന്താണ്? കാര്യം വളരെ വ്യക്തമാണ്. അവരെല്ലാവരും അടയാളം ചോദിക്കുന്നു. അവർക്കൊരു സൈൻ വേണം. ആ സൈന് ഇവനിൽ വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളൊരു സൈനാണ്. അതിനെന്തെങ്കിലും ചെയ്ത് കാണിക്കണം. ഇപ്പോൾ കുറേ ധ്യാന കേന്ദ്രങ്ങൾക്കൊക്കെ ഒത്തിരി തിരക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ മിറാക്കിൾ സംഭവിക്കുന്ന അറിയുമ്പോൾ ജനങ്ങളെല്ലാവരും തള്ളിക്കയറ്റമാണ്. ഈ അടയാളം അന്വേഷിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ ക്രിസ്തു പറയുന്നത് ഈ അടയാളങ്ങളൊന്നും നിങ്ങൾക്ക് നൽകപ്പെടുകയില്ല. ഈ യോനയ്ക്ക് നൽകപ്പെട്ടൊരു അടയാളം ഉണ്ടല്ലോ, അത് മാത്രമേ നൽകപ്പെടുകയുള്ളൂ. എന്താണ് യോനയ്ക്ക് നൽകപ്പെട്ട അടയാളം? യോന പ്രവാചകൻ ജീവിതത്തിൽ സങ്കീർണമായ കാലഘട്ടത്തിലൂടെ കടന്നുപോയി നിനവെ നിവാസികളുടെ മുമ്പിൽ എത്തിയവനാണ്. പക്ഷേ ഈ പ്രവാചകൻ്റെ വാക്ക് കേട്ടപ്പോൾ മനുഷ്യരെല്ലാവരും അനുദപിച്ചു. അവർ പുതിയ മനുഷ്യരായി മാറി. പ്രശ്നം ഇങ്ങനെ യോനയുടെ വാക്കുകൾ കേട്ട മനുഷ്യരൊക്കെ അനുദപിച്ച് മാറി എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയൊരാളുടെ നിൽപ്പുണ്ട്. ആരാണ്? യേശുവാണ്. ഈ യേശുവിൻ്റെ വാക്ക് കേട്ട് അവർക്കൊന്നും തോന്നിയില്ലെന്ന് മാത്രമല്ല, അവർ അനുദപിക്കാൻ തയ്യാറായില്ല. യേശു പറഞ്ഞത് ആദ്യം നിങ്ങൾക്കൊരു അടയാളം നൽകപ്പെട്ടിട്ടുണ്ട്. അത് യോനയുടെ അടയാളമാണ്. യോന നിനവെ നിവാസികൾക്ക് മുമ്പിൽ എത്തിപ്പെട്ടതിൻ്റെയും ആ എത്തിപ്പെട്ടതിന് ശേഷം അവർ അനുദപിച്ചതിൻ്റെയും ഒരു അടയാളം നിങ്ങൾക്കുണ്ട്. ഇതിനപ്പുറത്തേക്ക് നിങ്ങളുടെയൊക്കെ മാനസാന്തരത്തിന് വേണ്ടി പുതിയ മിറാക്കളൊന്നും ചെയ്യപ്പെടുകയില്ല. അതുകൊണ്ട് മിറാക്കളിലൂടെ ആരും അനുദപിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഈ തലമുറ നശിച്ച തലമുറയാണ്. കാര്യങ്ങൾ വളരെ ക്ലിയറാണ്. ഇന്ന് മനുഷ്യരൊക്കെ മിറാക്കിൾ അന്വേഷിക്കുന്നവരാണ്. അത്ഭുതങ്ങൾ തേടി ഓടി നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് ആരെങ്കിലും പറയുമ്പോൾ, ഭൂതകാലത്തെക്കുറിച്ച് ആരെങ്കിലും പറയുമ്പോൾ അതാണ് ഏറ്റവും വലുതെന്ന് കരുതി അതിലേക്ക് ഓടിപ്പോകുന്നു. ഈ ഓട്ടത്തിനിടയിൽ വിട്ടുപോകുന്നൊരു കാര്യം എന്താണെന്നറിയോ? ശ്രദ്ധിക്കേണ്ട ക്രിസ്തുവിനെയാണ്. ഈ ശ്രദ്ധിക്കേണ്ട ക്രിസ്തുവിനെ വിട്ടിട്ട് ബാക്കി നമ്മളെ ആശ്ചര്യപ്പെടുന്ന ചില കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ്ഡ് ആവും. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ മിറാക്കിൾ അന്വേഷിച്ച് പോകുന്നതൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ മിറാക്കിളൊക്കെ ഒന്ന് സൈഡ് ലൈൻ ചെയ്തിട്ട് നമ്മൾ എന്തിലോട്ടാണോ ഫോക്കസ് ചെയ്യേണ്ടത് അതിലോട്ട് ഫോക്കസ് ചെയ്യണമെന്നാണ് ഈ തപസ്സുകാരെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ക്രിസ്തുവിനാണ്. ഈ ക്രിസ്തുവിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് മിറാക്കിളൊന്നും വേണ്ട. അവനെ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഒരു 360 ഡിഗ്രി മാറിത്തിരിയും. പുതിയൊരു ജീവിതത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. പുതിയൊരു ലൈഫ് പാറ്റേൺ നമുക്കുണ്ടാകും. അതിന് പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിൽ അടയാളങ്ങളൊന്നും കർത്താവ് കാണിച്ചു തരണ്ട. അവൻ തന്നെയാണ് ഏറ്റവും വലിയ അടയാളം. പരിശുദ്ധ കുർബാന തന്നെയാണ് ഏറ്റവും വലിയ അടയാളം. ഈ തപസ്സുകാലം നമുക്കെല്ലാവർക്കും ഒരു അടയാളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ നടക്കരുത്. മറിച്ച് നമ്മുടെ ഫോക്കസ് മുഴുവനും അടയാളങ്ങളിലേക്കാകരുത്, അടയാളങ്ങളുടെ അധീനനായ ക്രിസ്തുവിലേക്കാകണം. ഈ ക്രിസ്തുവിലേക്ക് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. അൾട്ടിമേറ്റായിട്ട് എല്ലാ മിറാക്കിളും ഉണ്ടായത് ഒരാളുടെ ജീവിതത്തിൻ്റെ മാറ്റത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ മനുഷ്യരെല്ലാവരും ഈ ജീവിത മാറ്റത്തെ മറന്നിട്ട് ആ മിറാക്കിളിൽ കുടുങ്ങിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. അതുകൊണ്ടാണ് ഒരു സുവിശേഷത്തിൻ്റെ പകുതി എത്തിയപ്പോൾ ക്രിസ്തു പറഞ്ഞത് ഇനി അടയാളങ്ങളൊന്നും ഇല്ല. അടയാളങ്ങളൊക്കെ നിങ്ങളുടെ ഫോക്കസ് മാറ്റിപ്പോകുന്നുണ്ട്. പ്രിയമുള്ളവർ, കർത്താവിനോട് നമ്മളൊക്കെ പറയേണ്ടത് ഒരടയാളം തന്നില്ലെങ്കിലും കുഴപ്പമില്ല കർത്താവേ, നീ തന്നെയാണ് ഏറ്റവും വലിയ അടയാളം. അതിനേക്കാളും വലിയ അടയാളം ഈ ഭൂമിയിലേക്ക് ലഭിക്കാൻ മറ്റൊന്നുമില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോ ഈശോ എന്നകമേ നറുസ്നേഹമായി നിറയൂ, അരികിലായി പ്രിയമകൻ തിരുമാർവതിൽ ചേർക്കൂ. അറിയാതെ പോയകമേ നിന്നെ സ്നേഹസാഗരമേ, വഴിമാറിയൊഴുകിയൊരൻ മിഴികൾ തേടുമാശ്രയമേ. ജീവൻ പകർന്നു നൽകാനായി സ്നേഹം ഒരപ്പമായി മാറി. ഈശോ ഈശോ എന്നകമേ നറുസ്നേഹമായി നിറയൂ, അരികിലായി പ്രിയമകൻ തിരുമാർവതിൽ ചേർക്കൂ. അറിയാതെ പോയകമേ നിന്നെ സ്നേഹസാഗരമേ, വഴിമാറിയൊഴുകിയൊരൻ മിഴികൾ തേടുമാശ്രയമേ. ജീവൻ പകർന്നു നൽകാനായി
അരയിൽ മറവിയിൽ ഞാൻ തള്ളി നിൻമൊഴിനാഥ വരുന്നു നിൻ ചാരേ. കഥനമേറും നേരമെന്നുടെ പതിതമാകും മാനസത്തിൽ ആർദ്രം അലിഞ്ഞു ചേരൂ നീ. ചൊരിയണേ നിൻ ചെന്നിടം വൻ പാപിയാമെന്നിൽ ഉയിരേകുവാൻ തിരുഭോജ്യമായി വരികന്റെ സ്നേഹമേ. ഉണർവിൻ കൃപ വരദാനമായി പകരൂ. ഈശോ ഈശോ എന്നകമേ നറു സ്നേഹമായി നിറയൂ. അരികിലായി പ്രിയമകൻ തിരുമാർവതിൽ ചേർക്കൂ. അറിയാതെ പോയകമേ നിൻ സ്നേഹസാഗരമേ. വഴിമാറിയൊഴുകിയൊരൻ മിഴികൾ തേടുമാശ്രയമേ. ജീവൻ പകർന്നു നൽകാനായി സ്നേഹം പുരപ്പമായി മാറി. ഈശോനാഥ കാണുന്നു ഞാൻ ക്രൂശിൽ പിടയുന്ന നിന്റെ രൂപം. അൾത്താരയിൽ ദിവ്യഭോജ്യമായി എനിക്കായി നുറുങ്ങും നിൻ ജീവത്യാഗം. നിന്റെ ആലയമാക്കണേ എൻ ഹൃത്തടം നാഥ. നിൻ സ്നേഹമെൻ്റെ സ്വന്തമായിടുവാൻ ഉന്നതത്തിൽ നിന്നിറങ്ങും മന്നയാം നാഥ. ഇതാ നിന്നെ സ്വീകരിപ്പൂ ഞാൻ. നിത്യതയേകും തിരുഭോജ്യമേ. മർത്യനു രക്ഷ നൽകും മേഷമേ. പാപങ്ങൾ മായ്ക്കും തിരുരക്തമേ. മണ്ണിനു വിണ്ണേകുന്ന സ്നേഹമേ. ഈശോ നാഥ നിന്നിൽ അലിഞ്ഞു ചേർന്നു ഞാൻ. ഈശോ ഈശോ എന്നകമേ നറു സ്നേഹമായി നിറയൂ. അരികിലായി പ്രിയമകൻ തിരുമാർവതിൽ ചേർക്കൂ. അറിയാതെ പോയകമേ നിന്നെ സ്നേഹസാ